ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ലൈവല്ല ഇന്ന്. അപ്പോൾ പാട്ടൊന്നും ഇട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ലൈവല്ല. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഗ്യാങ്ങിലുള്ള കുറച്ച് അപ്ഡേറ്റ്സ്, എം ആർ സിൻ്റെ മാനേജ്മെൻറ്റ് അറിയിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോകും. ഓക്കെ, ഇന്നൊരു എൻ്റർടൈനിങ് ലൈവ് ആരും പ്രതീക്ഷിക്കേണ്ട. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എന്താ സീൻ, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വെറുതെ ചോദിക്കുന്നതായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുളിസീനെത്തി നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു. അതെല്ലാവരെയും ബാധിച്ചു, ഗ്യാങ്ങിനെ എല്ലാവരെയും ബാധിച്ചു. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, എം ആർ ജി എൻ്റെ സ്വന്തം ഇതല്ല, കമ്പനിയല്ല. എം ആർ ജി എന്ന് പറഞ്ഞാൽ 6-7 വർഷമായിട്ട് ഈ ഗെയിമിംഗ് ഫീൽഡിലുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പോൾ അവർ ഒരു തീരുമാനം എടുത്താൽ എനിക്കതിൽ എത്രത്തോളം എനിക്ക് ഇടപെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, ആ സ്ക്രിപ്റ്റും അങ്ങനത്തെ ഇതുപോലെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ഇത്, ഞാൻ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനോ അങ്ങനെ ഞാൻ വന്നതല്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ബ്രോ, അങ്ങനെ പറയല്ല ബ്രോ, ഇത് സീരിയസ് കാര്യമാണ്. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇത്രയും ആൾക്കാർ, നമ്മൾ ഈ ഗ്യാങ്ങിലുള്ള 8 പേര് ഇത്രയും ഇപ്പം കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ, ഞാൻ പണ്ട് ചെയ്ത ഇതെല്ലാം മായ്ച്ച് കളഞ്ഞ് എല്ലാവർക്കും നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഒരാൾ കാരണം ഇങ്ങനെ എല്ലാവർക്കും ചീത്തപ്പേര് വരുവാണെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പോളെടുപ്പ്, ഒരു വോട്ടെടുപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു പോള് ഞാനിടും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ മമ്മുന കിക്ക് ചെയ്യണമെന്ന് പറയുന്നവർ കിക്ക് ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ മമ്മുന ഒരു ചാൻസും കൂടി കൊടുക്കണം എന്ന് പറയുന്നവർ അത് പറയാം. ചാൻസ് കൊടുക്കാനൊന്നും ആരും പറയുന്നില്ല, വളരെ കുറവാണ്, ആരും പറയുന്നില്ല, വളരെ കുറവാണ്. പിന്നെ മാനേജ്മെൻറ്റ് എന്നോട് നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് ഇരുന്നപ്പോൾ ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഇതും കൂടിയും അഭിപ്രായം കൂടി ചോദിച്ചിട്ട് നോക്കി ചെയ്തു എന്നുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത്. ഓക്കെ, കിക്ക് കൂടുതൽ എല്ലാവരും കിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ സംഭവം തന്നെയാടാ. അതായത് പക്ഷെ മമ്മു പറയുന്നതെന്ന് വെച്ചാൽ, ഇവൻ ഇൻ്റർവ്യൂക്കാരവിടുന്ന് എന്തെങ്കിലും ഫണ്ണു ആണോ, എന്തെങ്കിലും കോമഡി ആക്കുന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് ഇവനിത് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഒരിക്കലും അങ്ങനെ കോമഡിക്കായ പോലും തമാശക്കാണെങ്കിൽ പോലും ഒരിക്കലും ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ആ പഴയ ക്യാരക്ടർ വിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഒരു നെഗറ്റീവ് പോലും ഒരു തരത്തിലും ഗ്യാങ്ങിനെ എം ആർ സിനെ എന്നെ ബാധിക്കുന്ന ഒരു മോശം ഇതും ഞാനിവിടെ ചെയ്യാത്തതാണ്. ഓക്കെ, പിന്നെ ഒരു ചാൻസ് കൂടി കൊടുക്കുന്ന വരുന്നവരോട് എങ്ങനെയും എടാ അത് എൻ്റെ കയ്യിലല്ല. ഓക്കെ, ഇത് എൻ്റെ തീരുമാനമല്ല, ഇത് എം ആർ സി എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനി അല്ല, ഇതിൻ്റെ ഓണർ ഞാനല്ല, മനസ്സിലായോ? ഇതിനൊരു മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ എനിക്ക് വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഇഷ്യൂ വി റിയലി ഡോണ്ട് നോ എന്നാ ഇഷ്യൂ. എടാ ആരെങ്കിലും റിയാക്ട് ചെയ്ത ക്ലിപ്പ് ഒന്ന് പറഞ്ഞേ. കുറേ ആൾക്കാർ, എൻ്റെ മോനെ എത്ര ആൾക്കാരാണ് റിയാക്ട് ചെയ്തല്ലേ, എത്ര ആൾക്കാർ ഇത് കാത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അല്ല അധികം കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ തന്നെയാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ ചില ആൾക്കാർ സമയത്തിന് കാത്തിരുന്നിട്ടുണ്ട്. അത് ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു ബാഡ്, ഇത് എന്നെ സംബന്ധിച്ച് ഒരു ബാഡ് സംഭവം വരാൻ കാത്തിരുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് മനസ്സിലായത്, അത് കറക്റ്റ് എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലായി. അത് നന്നായി, ഒരു കണക്കിന് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, പക്ഷെ കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ, അതായത് അവർ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണെന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, അതുകൊണ്ട് വഫ ഹുസൈൻ ഓളാന്നല്ല ഇത് ആദ്യം, വഫ ഹുസൈൻ ഹുസൈനാണ് ഇത് ആദ്യം റിയാക്ട് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടിട്ടുമില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നത് ഒരാഴ്ച മുന്നെയാണ്. അതായത് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന ഫുൾ ടയേർഡായി തിരിച്ച് വീട്ടിലേക്ക് ഉറങ്ങാന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ 1 മണിക്കൂർ കിട്ടുമെന്ന് ചോദിച്ചപ്പം ഈ ഇൻ്റർവ്യൂക്ക് ഈ വെറൈറ്റി മീഡിയൻ്റെ ഓഫീസിൽ, വെറൈറ്റി മീഡിയൻ്റെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടി കിടന്ന് ഉറങ്ങായിരുന്നു. മമ്മൂന ഈ സ്റ്റുഡിയോയിലേക്ക് ഇൻ്റർവ്യൂക്ക് അയച്ചു, ഞാനും കൂടെ പോയി
ഇവനാടെ ഇരുത്തി ഞാനൊന്ന് മാറിയതാണ്. ഓക്കെ, ഇവൻ ഫുൾ ടൈം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവൻ ഏത് അണ്ണാക്കിലേക്ക് നോക്കി ഏത് അട്ടത്തേക്ക് ഇവൻ നോക്കിയിരുന്നെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ചെയ്ത് ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഫുൾ ടൈം അവിടെ ഇരിക്കണമായിരുന്നു. ഞാൻ ഫുൾ ടൈം അവിടെ ഇരുന്നില്ല, ഞാൻ അവിടെ നിന്ന് മാറി. അതാ പ്രശ്നം. ഇന്റർവ്യൂ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. ഇതെൻ്റെ സത്യം പറഞ്ഞാൽ ഇവൻ പണ്ട് കാണിച്ച മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവൻ്റെ പാരൻസിൻ്റെ പിടിപ്പ് കേടാന്ന് പറയാം. പക്ഷെ ഇവനിപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക്, മമ്മു ഇപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആരും എന്ത് പറഞ്ഞാലും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെയും കൂടി Mahil FATHASHBM donated 40 രൂപ through Google Pay. Mamuk that patti avan age NDH issue in oru chance KODK. മമ്മൂക്ക് ദാറ്റ് പട്ടി അവൻ്റെ ഏജ് എന്ത് ഇഷ്യൂ ആണ് ഒരു ചാൻസ് കൊടുക്കുന്നതാണ്. എടാ ചാൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത് എൻ്റെ തീരുമാനമല്ല. ഒരു ഞാൻ സ്പീക്കറിലേക്ക് ഇടട്ടെ. സൂപ്പർ ചാറ്റൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്റർവ്യൂക്ക് പോയിട്ട് നീ ഏത് അണ്ണാക്കിലേക്ക് നോക്കിയിരിക്കായിരുന്നോ? അത് നീയും കൂടി ഉത്തരം പറയേണ്ട കാര്യം. ഞാൻ കാര്യം പറയാം, ഇത് ഒരിക്കലും എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഇതെല്ലാവരും റെസ്പോൺസിബിലിറ്റി. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ 40 രൂപീസ് സൂപ്പർ ചാറ്റ്. ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ സംസാരിച്ച് അങ്ങ് പോവായിരിക്കും. ഇത് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. ഇറ്റ്സ് നോട്ട് എ സില്ലി മാറ്റർ ബ്രോ, ദാറ്റ്സ് വൈ ഗിവ് ഹിം വൺ ചാൻസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഗ്യാങ്ങിലുള്ള ആൾക്കാരുടെ അഭിപ്രായം പറ. ഒരാൾക്ക് ഓരോ അഭിപ്രായം. നിങ്ങളെ സൈഡ് ആദ്യം പറ. ചാൻസ് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു മേജർ തെറ്റാണ്. അല്ല, ഓൻ ചെയ്തു സംഭവം. ഒക്കെ പണ്ട് ചെറുപ്പത്തില് ബുദ്ധിയില്ലാത്ത പ്രായത്തില് ആർക്കും എന്തും പറ്റാം. അത് നമ്മള് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഓനത് പറഞ്ഞത് അതിനെക്കാട്ടി അതാ. പിന്നെ ഇവൻ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവൻ വെറുതെ അവിടെ മാസം അടിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഈ മണ്ടൻ. അവര് രണ്ട് കുത്തി ചോദിക്കുമ്പോഴേക്ക് അവിടെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, കോമഡി ക്രിയേറ്റ് ചെയ്യേണ്ടെന്നോട്ട് ഇങ്ങനത്തെ മണ്ടത്തരല്ലേ വിളിച്ച് പറഞ്ഞത്. പിന്നെ അന്ന് ഒരു മാസം മുമ്പ് ഇവനൊരു വർത്താനം പറഞ്ഞല്ലോ എന്നോട്. ഒരു മാസം മുന്നേ ഒരു ദിവസം നമ്മളിങ്ങനെ ചായ പിടിച്ച് വൈകുന്നേരം ഇരിക്കുമ്പോൾ ഈ തെണ്ടി ഒരു മാസമല്ല, ഒരു 2-3 ആഴ്ച, ഒരു മാസത്തോളായി. ഒരു ദിവസം വൈകുന്നേരം ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. നീ അത് പണ്ട് ഫേമസ് ആയത് കേസ് വന്നിട്ടല്ല ആദ്യം എല്ലാവരും പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു കേസ് പിടിച്ചാലോ എന്നുള്ള ഒരു സംഭവം ഒരു മാസം മുമ്പ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കൈയും കാലും പിടിച്ച് ഞാൻ നന്നായിട്ട് ഉപദേശിച്ചു പോയതാ, മോനെ പബ്ലിക്കിലോ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ വർത്താനങ്ങളോ ഒരു ഇതും പറയരുത്, വളരെ സൂക്ഷിച്ച് സംസാരിക്കണം, അങ്ങനത്തെ മൊത്തം പറഞ്ഞു കൊടുത്താ. പക്ഷെ ഇവനൊരു ഐഡിയാടാ, ഇവന് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം കുറവാ. ഇതാ പ്രശ്നം. ഇങ്ങനെ ഒരാളെ നമ്മൾ ഒന്നിച്ച് നിന്നാല് നാളെ അടുത്ത ഇതിനും വലുതാന്ന് വരുവാ. അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യണം, ബായി മൂടി കെട്ടിയിട്ട് ഒരു സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് കൂടെ കാണാൻ നോക്കുക. അല്ലാണ്ട് ഒരിക്കലും ഇത് വർക്കാവൂല. മനസ്സിലായി? ഇവന് ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാവർക്കും നാളെ നമ്മൾ ഇതിലും എന്താ പറയാ അത്രയും നല്ല കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മളൊരു 50%-ഉം 50 അല്ല, ഒരു കൂടുതൽ 3/4 ഭാഗവും നമുക്ക് എല്ലാവരും നല്ലതാ പറയുന്നു. ഒരാൾ പോലും ഇപ്പൊ ഈ വീഡിയോസ് ഇറങ്ങുമ്പോൾ പോലും ഈ മമ്മൂന്റെ ഇഷ്യൂല് ഈ കാര്യങ്ങളും ഈ റിയാക്ഷനും ഇതെല്ലാം വരുമ്പോൾ പോലും കമന്റ്സിലൊന്നും ഒറ്റ ഒരാൾ പോലും എന്നെ പറയുന്നില്ല, എന്നെയോ നമ്മളാരും പറയുന്നില്ല. മനസ്സിലായി? നമ്മൾ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടക്കാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് പ്രശ്നം. മനസ്സിലായോ? ഇനി അങ്ങോട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് പറയുന്ന പോലെ ഞാൻ പറയാല, ഞാൻ കൂടെ നിന്നവർ പോലും ചതിക്കുന്ന ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചതിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓനൊരു അനിയനായിട്ടാണ് കാണുന്നത്. എനിക്ക് എൻ്റെ അനിയൻ്റെ അതേ സ്ഥാനത്താണ് ഞാൻ ഓനെ കാണുന്നത്. പക്ഷെ ഓനൊരു ഡേഞ്ചറസ്, ഓനൊരു ആറ്റം ബോംബാന്ന്. മനസ്സിലായി? ഓനൊരു പൊട്ടാനിരിക്കുന്ന ബോംബാണ്. നമ്മളെ നടുക്കൊരു പൊട്ടുന്ന ബോംബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ലടാ. ഇനിയിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് പബ്ലിക്കിലേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോൾ പേടിക്കണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇതൊന്നും എൻ്റെ തീരുമാനമല്ല. മാനേജ്മെന്റ് പറയുന്നതിന് എനിക്ക് ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. പിന്നെ അൾട്ടിമേറ്റ്ലി തീരുമാനം നിങ്ങളതാണ്. അൾട്ടിമേറ്റ്ലി ഓഡിയൻസ് പറയുന്നത് പോലെ ചെയ്യുമെന്നുള്ള ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ബാക്കി പോളിന്റെ റിസൾട്ട് വരുമ്പോൾ പോൾ ഇടാം. അതായിരിക്കും
ബാക്കി എല്ലാവരും കിക്ക് ഇത് പോൾ ഇടേണ്ട കാര്യം പോലും ഇല്ല, കാരണം മൊത്തം കിക്ക് തന്നെയുള്ള എല്ലാവരും പുറത്താക്കാൻ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ വഴിയില്ല. വേറെ മാമൂന്ന്